നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി കഴിഞ്ഞ ദിവസം വി രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ വന്നൊരു വാർത്തയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വി രാജേഷിനെ ഫോണിൽ വിളിച്ച് ആശംസകൾ അറിയിച്ചു എന്ന വിവരം. പക്ഷേ അത് തെറ്റിദ്ധാരണാപരമായ ഒരു വിവരമായിരുന്നു എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി വിളിച്ചിട്ടില്ല, മറിച്ച് വി രാജേഷാണ് വിളിച്ചത് എന്നതടക്കമുള്ള ഒരു വിശദീകരണം ആ ഒരു കാര്യത്തിൽ ഉണ്ടായി. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രതികരണം അറിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി വിളിച്ചിരുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആശംസകൾ അറിയിച്ചിരുന്നു എന്ന ഒരു വാർത്ത എവിടെയൊക്കെയോ വന്നപ്പോൾ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു. എന്തായാലും ആ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പ്രസ്താവനയിലൂടെ കാര്യങ്ങൾ അറിയിക്കുകയുണ്ടായി. എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത്, പ്രസ്താവനയിലൂടെ പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രസ്താവന ഇപ്രകാരമാണ്: BJP നേതാവ് വി രാജേഷിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണ്. വെള്ളിയാഴ്ച രാവിലെ വി രാജേഷ് മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ പേഴ്സണൽ അസിസ്റ്റന്റിനെ വിളിച്ചിരുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇല്ലാതിരുന്നതിനാൽ പിന്നീട് കണക്ട് ചെയ്യാമെന്ന് PA അറിയിച്ചു. അത് കഴിഞ്ഞ് PA വിളിച്ച് മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്യുകയായിരുന്നു. താൻ മേയറായി തിരഞ്ഞെടുക്കപ്പെടാൻ പോവുകയാണെന്നും അത് കഴിഞ്ഞ് നേരിട്ട് വന്ന് കാണാമെന്നും രാജേഷ് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. ആവട്ടെ, അഭിനന്ദനങ്ങളെന്ന് മുഖ്യമന്ത്രി പ്രതികരിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് പ്രചരിപ്പിക്കപ്പെട്ട വാർത്ത വി രാജേഷിനെ മുഖ്യമന്ത്രി വിളിച്ച് ആശംസകൾ അറിയിച്ചു എന്നാണ്. ഇത് വസ്തുതാ വിരുദ്ധവും തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതുമാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. എന്തായാലും എവിടേക്കോ ഒരു തെറ്റിദ്ധാരണകൾ സംഭവിച്ചു, അതുകൊണ്ടാണ് അത്തരത്തിലൊരു വാർത്ത കൊടുക്കേണ്ടി വന്നത്. എന്തായാലും ആശയവിനിമയങ്ങളിൽ നടന്ന ചില തെറ്റിദ്ധാരണകളാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി വിളിച്ചു വി രാജേഷിനെ നേരിട്ട് അഭിനന്ദിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കാൻ കാരണമായത്. അതേസമയം വി രാജേഷിനെ മുഖ്യമന്ത്രി പിണറായി ഫോണിൽ വിളിച്ച് അനുമോദിച്ചു എന്ന പ്രചാരണം വസ്തുതാ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിലപാട് അറിയിച്ചതോടെ അതിലൊരു വ്യക്തത വരുത്താൻ വി രാജേഷും ശ്രമിച്ചിരുന്നു. മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ വി രാജേഷ് ശ്രമിച്ചു. ഇതിനിടെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റിനെ വിളിക്കുകയും ഈ സമയം മുഖ്യമന്ത്രി അടുത്തില്ലാതിരുന്നാൽ സംസാരിക്കാൻ സാധിച്ചില്ല, പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് പേഴ്സണൽ അസിസ്റ്റന്റ് ഫോൺ സംഭാഷണം അവസാനിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഈ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി അങ്ങോട്ട് വിളിച്ചതല്ല, മുഖ്യമന്ത്രി വി രാജേഷ് വിളിച്ചതാണ് എന്ന കാര്യമാണ്. അതൊരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുപോലെ തന്നെ വി രാജേഷും ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. കോർപ്പറേഷനിൽ BJPക്കെതിരെ CPM മത്സരിച്ചിരുന്നു. ദൈവങ്ങളുടെ പേരിൽ BJP അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തതിനെതിരെ പരാതി നൽകിയിരുന്നു. തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് മുഖ്യമന്ത്രി BJP മേയർ സ്ഥാനാർത്ഥിയെ വിളിച്ച് അഭിനന്ദിച്ചെന്ന വാർത്ത രാഷ്ട്രീയ ചർച്ചയായ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് ഒരു പ്രസ്താവനയിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതേസമയം നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. തിരുവനന്തപുരം മേയർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM കോടതിയിലേക്ക്. തിരുവനന്തപുരം മേയർ തിരഞ്ഞെടുപ്പിൽ ചട്ടലംഘനം ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CPM കോടതിയിലേക്ക് പോകുന്നത്. വോട്ടെടുപ്പ് അസാധുവാക്കണമെന്നാവശ്യപ്പെട്ടാണ് തീരുമാനം. സത്യപ്രതിജ്ഞ ചെയ്ത 20 അംഗങ്ങൾ ചട്ടം ലംഘിച്ചു എന്നാണ് CPMന്റെ പരാതി. BJPയുടെ ചട്ടലംഘനത്തിനെതിരെ CPM പ്രതിഷേധിച്ചു. നേരത്തെ ഇതിനെതിരെ പരാതി നൽകിയതും നിലവിലുണ്ട്. ബലിദാനിയുടെ പേരിൽ ഉൾപ്പെടെയുള്ള പ്രതിജ്ഞ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് CPM നേതാവ് SP ദീപക് പറഞ്ഞു. ചട്ടപ്രകാരം പ്രതിജ്ഞ എടുത്തവരുടെ വോട്ട് മാത്രം സാധുവായി കണക്കാക്കണം. BJP UDF അംഗങ്ങളായ 20 പേർ ചട്ടം ലംഘിച്ചെന്നും വോട്ടെടുപ്പ് നിയമവിരുദ്ധമാണെന്നും CPM ആരോപിച്ചു. ചട്ടം ലംഘിച്ചവരെ മാറ്റി നിർത്തി വോട്ടെടുപ്പ് നടത്തണമെന്നാണ് CPMന്റെ ആവശ്യം. എന്തായാലും ഇങ്ങനെ ഒരു ആവശ്യം, ഈ ആവശ്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മേയറായി വി രാജേഷ് സത്യപ്രതിജ്ഞ ചെയ്തു. 51 വോട്ടുകൾ നേടിയാണ് വി രാജേഷ് മേയറായി വിജയിച്ചത്. 50 BJP അംഗങ്ങളുടെ ഒരു സ്വതന്ത്രന്റെ വോട്ടുകളാണ് ലഭിച്ചത്. UDFന്റെ KS ശബരിനാഥിന് 17 വോട്ടുകളാണ് ലഭിച്ചത്. LDFന്റെ മേയർ സ്ഥാനാർത്ഥി RP ശിവജിക്ക് 29 വോട്ടുകളാണ് കിട്ടിയത്. അതേസമയം തിരുവനന്തപുരം തിലകമണിഞ്ഞെന്ന് പ്രതികരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. MR ഗോപനാണ് വി രാജേഷിന്റെ പേര് നിർദ്ദേശിച്ചത്. വിജയ് ഗുരുകുമാർ പിന്താങ്ങി. കോൺഗ്രസിന് 2 വോട്ട് അസാധുവായി. 97 സാധു വോട്ട്. ഒപ്പിട്ടതിലെ പിഴവ് മൂലമാണ് വോട്ട് അസാധുവായത്. KR ക്ലീറ്റസ് ലതിക എന്നിവരുടെ വോട്ടാണ് അസാധുവായത്. ക്ലീറ്റസ് കൗൺസിലിലെ മുതിർന്ന അംഗമാണ്. അതേസമയം തിരുവനന്തപുരം മേയർ സ്ഥാനം അവസാന നിമിഷം കൈവിട്ടു പോയതിൽ മുൻ DGP R ശ്രീലേഖ കടുത്ത അതൃപ്തിയിലാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ആ അതൃപ്തിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രകടമായിരുന്നു. അനുനയിപ്പിക്കാൻ കേന്ദ്ര നേതാക്കൾ ശ്രമം നടത്തുന്നു എന്നാണ് വിവരങ്ങൾ. ശ്രീലേഖയെ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് പ്രചരിച്ചിരുന്നു. എന്നാൽ അവസാന നിമിഷം വി രാജേഷിനെ മേയറാക്കാനുള്ള തീരുമാനം BJP എടുത്തു. തന്റെ അതൃപ്തി അവർ പാർട്ടിയെ നേരിട്ട് അറിയിച്ചതായാണ് സൂചന. ഇനി നമുക്ക് വി രാജേഷിന്റെ ഒരു പ്രതികരണം കൂടി നോക്കാം. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന അടിയന്തര യോഗത്തിന് ശേഷമായിരുന്നു
ശേഷമായിരുന്നു മേയർ സ്ഥാനാർത്ഥിയെ BJP പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പാർട്ടി തീരുമാനം അനുസരിച്ചാണെന്നും ആ തീരുമാനത്തിൽ സന്തോഷമുണ്ട് എന്നായിരുന്നു രാജേഷിന്റെ പ്രതികരണം. കോർപ്പറേഷനിലെ BJPയുടെ വിജയം സാധാരണ ജനങ്ങളുടെ വിജയമാണ്. ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണിത്. അത് കണ്ണിലെ കൃഷ്ണമണി പോലെ തങ്ങൾ കാത്തു സൂക്ഷിക്കും. തിരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളെല്ലാം സമയബന്ധിതമായി നടപ്പിലാക്കുമെന്നും സാമ്പത്തികമായി മറ്റു വിധത്തിലും പിന്തുണയ്ക്കാൻ കേന്ദ്ര സർക്കാർ ഉണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിലെ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. ചേട്ടാ ഈ ഫോണൊന്നും താത്തു പിടിക്കോട്ടെ. ക്യാമറ കുറച്ച് ബാക്കോട്